നമസ്കാരം പ്രിയപ്പെട്ടവരെ, വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈക്കോടതി മുൻപ് ഒരു ഉത്തരവിട്ടിരുന്നു. ഇവരുടെ ഒരു ഹർജിയുമായി ബന്ധപ്പെട്ട് CBI അന്വേഷിക്കുന്ന കേസ് വീണ്ടും കേരള പോലീസ് FIR ചുമത്തുന്നു, അത് അന്വേഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഹർജി കൊടുത്തപ്പോൾ CBI അന്വേഷിക്കുന്നത് കൊണ്ട് കേരള പോലീസ് ഈ കേസ് അന്വേഷിക്കേണ്ടതില്ല എന്നൊരു താൽക്കാലിക ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. ഇന്ന് വീണ്ടും അതേ കേസിൻ്റെ വാദം നടന്നിട്ട് CBI ഈ കേസ് ഏറ്റെടുത്തിട്ടില്ല എന്ന് ബോധ്യം വന്ന ഹൈക്കോടതി ആ സ്റ്റേ നീക്കിയിട്ടുണ്ട്. നിലവിൽ ഈ ഹൈർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പരാതിയിൽ FIR ഇടുന്നതിനോ അത് അന്വേഷിക്കുന്നതിനോ കേരള പോലീസിനൊരു തടസ്സമില്ല എന്ന് അത് ഹൈക്കോടതി നീക്കിയിട്ടുണ്ട്. ഹൈക്കോടതി വിചാരിച്ചത് CBI കേസ് ഏറ്റെടുത്തിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എന്നാണ്. എന്നാൽ CBI കേസ് ഏറ്റെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ CBI കേസ് ഏറ്റെടുക്കുന്നത് വരെ കേരള പോലീസിന് നിലവിൽ കേസ് എടുക്കുന്നതിനോ കേസ് അന്വേഷിക്കുന്നതിനോ ഒരു തടസ്സവുമില്ല. മുൻപുണ്ടായിരുന്ന സ്റ്റേ നീക്കുകയാണ് എന്ന് ഇന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. കേസ് വീണ്ടും പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. 2 ആഴ്ചത്തേക്കും കൂടെ നീട്ടി വെച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു CBIയുടെ കൂടെ നിലപാട് അറിയിക്കാനായിരിക്കും. എന്തായാലും നിലവിൽ ഒരുപാട് പരാതിക്കാർ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഈ ഹൈക്കോടതി വിധി ചൂണ്ടിക്കാണിച്ചിട്ട് പോലീസ് മടക്കി അയച്ചിരുന്നു. ആ വിധി ഇന്നത്തെ വിധിയോട് കൂടിയിട്ട് ഇല്ലാതായിട്ടുണ്ട്. നമ്മുടെ ജിനിൽ ജോസഫ് സാറ് ഒരു വലിയൊരു കണ്ടം വരുന്ന വോയിസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൽ അയാൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു കാര്യം എന്നെ സ്ട്രൈക്ക് ചെയ്തു. എന്താണ് അയാൾ പറയുന്നതെന്ന് വെച്ചാൽ, 1.5 കൊല്ലം മുൻപ് തിരുവനന്തപുരത്തുള്ളൊരു പോലീസുകാരൻ ഇവരെല്ലാം വിളിച്ചിട്ട് ഇത് തട്ടിപ്പാണ്, ഇത് നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞിരുന്നുവെന്നും അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നേരെ തൃശ്ശൂർ വന്നിട്ട് പ്രതാപനെ ഇത് ബോധ്യപ്പെടുത്തിയെന്നും, എന്നാൽ പ്രതാപൻ മുഷിഞ്ഞ് ഇവരെ ചീത്ത പറഞ്ഞ് അവിടെ നിന്ന് ഓടിക്കുകയാണ് ചെയ്തത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. 1.5 കൊല്ലം മുൻപ് തന്നെ തട്ടിപ്പാണെന്ന് ബോധ്യം ഉണ്ടായിട്ടും 1.5 കൊല്ലം കൊണ്ട് വിജയമന്ത്രയിലൂടെ ആയിരക്കണക്കിന് പേരെ വീണ്ടും ഈ തട്ടിപ്പിൽപ്പെടുത്തിയ ആളാണ് ജിനിൽ ജോസഫ് എന്ന് ആലോചിക്കുമ്പോൾ വലിയ വിഷമമുണ്ട്. എന്തായാലും അദ്ദേഹം ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളായിരിക്കും ഇതെല്ലാം തന്നെ. അദ്ദേഹത്തിന് പൈസ കിട്ടുന്ന നിലക്കുമ്പോൾ ഇപ്പോൾ പഴയ കഥകൾ ഓരോന്നായിട്ട് പുറത്തു വരുന്നുണ്ട്.